നിഖിൽ, കോഴിക്കോട് മേഖലയിൽ പ്രത്യേകിച്ചും മറ്റ് ജില്ലകളിൽ അവിടെ എന്താണ് സാഹചര്യം? അവിടെ എനിക്ക് തോന്നുന്നു കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലൊക്കെ രാവിലെ തൊട്ട് തന്നെ ഈ ഓട്ടോകളൊക്കെ ഓടുന്നുണ്ടായിരുന്നു എന്ന വിവരം വന്നിരുന്നു. എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ അവിടെ? പ്രജൻ, ഇന്ന് രാവിലെ പതിവ് പോലെ മലബാറിൽ നമുക്കറിയാം, പ്രത്യേകിച്ച് സ്വകാര്യ ബസ്സുകളൊക്കെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ആളുകളാണ് ഉള്ളത്. മലബാറിലെ വിവിധ ജില്ലകൾ പരിശോധിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് സാഹചര്യം. ഇതിൻ്റെ ഭാഗമായി ചില സ്വകാര്യ ബസ്സുകളും ഏതാനും ചില സ്വകാര്യ വാഹനങ്ങളും, ഇപ്പോൾ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ ഓട്ടോറിക്ഷ അടക്കമുള്ള വാഹനങ്ങളൊക്കെ സർവീസ് നടത്താൻ വേണ്ടി ആദ്യഘട്ടത്തിൽ ശ്രമം നടത്തിയിരുന്നു. ആ ഘട്ടത്തിലെല്ലാം തന്നെ സമരാനുകൂലികളുടെ ഭാഗത്ത് നിന്ന് കനത്ത എതിർപ്പാണ് ഉണ്ടായത്. പാവങ്ങാട് ഡിപ്പോയിൽ നിന്ന് ഏതാനും KSRTC ബസ്സുകൾ സർവീസ് നടത്താൻ തയ്യാറായി മുന്നോട്ട് വന്നപ്പോൾ അതിന് മുന്നിൽ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഈ മന്ത്രി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു, സമരം KSRTC നിർബന്ധമായും സർവീസ് നടത്തണം, അല്ലെങ്കിൽ ഡയസ്നോൾ പ്രഖ്യാപിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഒരു ദിവസത്തെ ശമ്പളം നഷ്ടമാകാതിരിക്കാൻ വേണ്ടി പരമാവധി തൊഴിലാളികൾ എത്തിച്ചേരുന്ന ആളുകളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ഈ സമരാനുകൂല സംഘടനകളല്ലാത്ത സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ബസ് എടുക്കാൻ തയ്യാറായി വന്നിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ കനത്ത പ്രതിഷേധമാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ പാവങ്ങാട് ഡിപ്പോയിലടക്കം സർവീസ് നടത്താൻ തയ്യാറായ KSRTC ബസ്സുകൾക്ക് മുന്നിൽ പ്രതിഷേധക്കാർ ഇരുന്നതോടുകൂടി ഈ സർവീസുകൾ അവസാനിപ്പിക്കുകയായിരുന്നു. മാങ്കാവ് പ്രദേശത്തെ ഒരു പെട്രോൾ പമ്പ് തുറന്ന് പ്രവർത്തിച്ചതിനെ തുടർന്ന് സമരാനുകൂലികൾ എത്തി ഏറെ നേരത്തെ വാഗ്വാദത്തിനൊടുവിൽ ആ പമ്പ് അടച്ചുപൂട്ടുകയാണ് ഉണ്ടായത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ റെയിൽവേ സ്റ്റേഷന് മുന്നിലും ഓട്ടോറിക്ഷകൾ സർവീസ് നടത്താൻ തയ്യാറായി വന്നിരുന്നെങ്കിലും സമരാനുകൂലികളുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് അത് അവസാനിപ്പിക്കുകയായിരുന്നു. പലയിടങ്ങളിലും വാഹനങ്ങൾ തടഞ്ഞു, സ്വകാര്യ വാഹനങ്ങൾ തടഞ്ഞു, കാർ അടക്കമുള്ളവ തടഞ്ഞുകൊണ്ട് എന്താണ് ഈ സമരത്തിൻ്റെ ഈ പ്രതിഷേധത്തിൻ്റെ അനിവാര്യത എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും മടക്കി അയക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ചിലയിടങ്ങളിലൊക്കെ ഏറെ നേരം കാത്തു നിർത്തി അതിനുശേഷം വാഹനങ്ങൾ കടന്നു പോകുന്ന കാഴ്ച നമ്മൾ രാവിലെ മുതൽ കാണുന്ന സാഹചര്യം ഉണ്ടായി. മലബാറിലെ എല്ലാ ജില്ലകളിലും പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ വാഗ്വാദങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും അതിനപ്പുറത്തേക്ക് ഒരു സംഘർഷ സമാനമായ സാഹചര്യങ്ങളിലേക്ക് എവിടെയും കാര്യങ്ങൾ പോയിട്ടില്ല. ഇപ്പോൾ അല്പസമയം മുൻപ് പുതിയ സ്റ്റാൻഡിൽ നമ്മൾ പോയി നോക്കുമ്പോൾ അവിടെ ചില ആളുകൾ 6 മണിക്ക് ശേഷം ഒരുപക്ഷെ ബസ്സുകളൊക്കെ സർവീസ് നടത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവിടേക്ക് എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അവരും നിരാശരായി മടങ്ങുകയാണ് ഉണ്ടായത്. എന്തായാലും പൊതുവിൽ ഒരു ഹർത്താലിന്റെ പ്രതീതി തന്നെയാണ് ഇന്നത്തെ പണിമുടക്കിനുണ്ടായിരുന്നത് എന്നുള്ളതാണ് മലബാറിൽ നിന്ന് നമുക്ക് ആകെ കാണാൻ കഴിഞ്ഞ കാഴ്ച. നിഖിൽ പ്രമേഷാണ് കോഴിക്കോട് വിശദാംശങ്ങൾ നൽകിയത്.